ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. നല്ല കാര്യമാണല്ലേ? നല്ല കാര്യം. മനോഹരമായിട്ട് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ദൈവം. എന്താണ്? ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. അയ്യോ, ഇങ്ങനെ സൃഷ്ടിച്ച ഭൂമിയുടെ അവസ്ഥ നോക്കിക്കേ, രൂപരഹിതവും ശൂന്യവുമായിരുന്നു. എന്തെങ്കിലും ഉണ്ടാ? ഉണ്ടെങ്കിൽ എങ്ങനെയാ? രൂപരഹിതമാണ്, ഒരു രൂപവും ഇല്ല എന്ന് പറഞ്ഞാൽ ഓർഡർ ഇല്ലായ്മയാണ്. നോ ഓർഡർ. അതായത് എന്തെങ്കിലും രൂപരഹിതവും ശൂന്യവുമായിരുന്നു എന്നാ പറഞ്ഞത്. ശൂന്യം എന്ന് പറഞ്ഞാൽ നത്തിങ്, ഒന്നും കാണാനില്ല. അയ്യോ, തനി ഡാർക്ക് അല്ലേ? നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ എന്നതാ? ശോകമാണ്, ഡാർക്കാണ്. പുതിയ ഐറ്റംസ് എന്നതാ? ഒന്നുമില്ലായ്മ അവസ്ഥ, രൂപരഹിതമായ അവസ്ഥ, ഓർഡർലെസ്. സിമ്പിൾ ആയിട്ട് ആലോചിച്ച് നോക്ക്. മനുഷ്യൻ ഓർഡർ ഇല്ലാത്ത ഒരു മനുഷ്യനെന്ന് കണ്ടേ. ഓർഡർ ഇല്ലാത്തെന്ന് പറഞ്ഞാല് മനുഷ്യനൊന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ഇനി സപ്പോസ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ ആ ഒരു ശരീരാവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. അവന്റെ മൂക്ക് എവിടെ ഇരിക്കണത്? കാലിന്റെ അടിയിൽ. കണ്ണെവിടെ ഇരിക്കണത്? കക്ഷത്ത്, ഒരെണ്ണം ഇപ്പുറത്തു. വിചാരിക്കും. ഇനി അപ്പൊ ഒന്ന് കാണണമെന്നും പറഞ്ഞിട്ട് അവൻ ഒരു മാവിലേക്ക് നോക്കിയപ്പോ എങ്ങനെ നോക്കണം? അവൻ ഒന്ന് കാണിച്ച്, എങ്ങനെ നോക്കണം? ഒരു കണ്ണ് ഇവിടെ, ഇതെങ്ങനെ നോക്കും? ഒരുമിച്ച് കാണണ്ടേ? അല്ലെ ഒറ്റ കണ്ണുകൊണ്ട് നോക്കണം? കൊള്ളാം. നടക്കണ എങ്ങനെയായിരിക്കും അവൻ? ശ്വാസം വലിക്കണമെങ്കിൽ കാല് പൊക്കണ്ടേ? കാല് പൊക്കണം. ഇനി കാണണമെങ്കിൽ കൈയും പൊക്കണം. ഒരു നടപ്പൊന്ന് ആലോചിച്ച് നോക്കി അവന്റെ. അടിപൊളി അല്ലേ? ആലോചിച്ചു. ഇനി പോട്ടെ, ഒരു ബിരിയാണി ഉണ്ടാക്കി. ബിരിയാണി കഴിക്കാന്ന് ഓർത്തിട്ട് കൈ അന്വേഷിച്ചിട്ട് കൈ കാലിൻ്റെ ഇപ്പുറത്താക്കി വെച്ചേക്കും. കൊള്ളാം. കാലിൻ്റെ ഇപ്പുറത്ത്. ഇനി കൈ കൊണ്ടുവന്നിട്ട് വായ നോക്കിയിട്ടാ? വായ ഇവിടെ. രാവിലെ തൊട്ട് തുടങ്ങിയത് ബിരിയാണിയായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് കൊടുക്കാനായിട്ട്. രൂപരഹിതമാണ്, നോ ഓർഡർ. ഏത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്? ആ സൃഷ്ടിക്കപ്പെട്ട ഒന്നിനും ഓർഡറും ഇല്ല. ഏതാണ്? രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ഇനി അടുത്ത തന്നെ വചനം. ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. മുഴുവൻ ഡാർക്കാണ്, കാണാനും കൊള്ളൂല, ഒന്നുമില്ല. അയ്യോ, അർശോകം. ദൈവം വലിയ കാര്യത്തിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മ ത്രിയേക ദൈവത്തിന്റെ ക്രിയേഷനാണ്. ദൈവം പിതാവായ ദൈവം സൃഷ്ടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ ഒരു മാസ് എൻട്രി ഉണ്ട്. എന്താണ്? നോക്കാം. ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ മ്യൂസിക് ഒക്കെ വരും. മാസ് എൻട്രി ആണ്. എവിടെ? പരിശുദ്ധാത്മാവ് എൻട്രി ആണ്. എന്താണ്? ഒന്ന് പറഞ്ഞ എല്ലാവരും കൂടി. ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചു. ഒന്നുകൂടി പറഞ്ഞ എല്ലാവരും ചേർന്ന്. ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. വളരെ കൃത്യമായിട്ട് പരിശുദ്ധാത്മാവ് ഇടപെടാൻ തുടങ്ങുകയാണ്. അപ്പൊ എന്തെങ്കിലും മാറ്റം വരുമോ നോക്കാം. അടുത്ത സെന്റൻസ് എന്നാണ്? ദൈവം അരുളി ചെയ്തു വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചമുണ്ടായി. കരങ്ങളടിച്ച് ചോദിക്കാന്ന് പറയാം. എന്ന് പറഞ്ഞാൽ എന്താ? ഡാർക്ക് മാറ്റാണ്, ശോകം മാറ്റാണ്, ഇല്ലായ്മ മാറ്റാണ്, ശൂന്യത മാറ്റി നിറയ്ക്കാൻ പോവാണ്. ഇനി മുന്നോട്ടുള്ള ക്രിയേഷൻ നോക്ക്. ഓരോന്നും എവിടേക്ക് എന്തൊക്കെ വേണോ അതൊക്കെ അതാ സ്ഥാനങ്ങളിലുള്ള ഓരോ കാര്യങ്ങൾ. മാവാണെ മാവ് കൃത്യസ്ഥലത്ത്, മാങ്ങയാണെ അതിനുള്ളിൽ കൃത്യമായിട്ട് എവിടെ വീണോ അവിടെ. ഏറ്റവും അവസാന സൃഷ്ടിയുടെ മകുടമായ മനുഷ്യൻ, മൂക്കിന്റെ സ്ഥാനത്തും കണ്ണിന്റെ സ്ഥാനത്തും കൈയുടെ സ്ഥാനത്തുമുള്ള രൂപമുള്ള മനുഷ്യൻ. കരങ്ങളടിച്ച് വിശ്വസിക്കുക എന്ന് പറയാം. ഇതൊരു സൂചനയുണ്ട്, ശക്തമായ സൂചനയാണ്. എന്താണ്? ഇപ്പൊ ബൈബിൾ അവിടെ നിൽക്കട്ടെ. എന്റെ ജീവിതം എടുക്ക്. എന്റെ ജീവിതം രൂപരഹിതമാണ്, ചിലപ്പോൾ ശൂന്യമാണ്, ചിലപ്പോൾ അന്ധകാരാവൃതമാണ്. എന്താണ് രൂപരഹിതം എന്ന് പറഞ്ഞത്? ഒന്ന് ആലോചിച്ചിട്ട്, ജോലിക്ക് ഒരു 9 മണിക്ക് ഓഫീസിലെത്താന്ന് ഞാൻ ആലോചിച്ച് തീരുമാനിച്ചിട്ട് 8 മാസമായി. സാറ് പറഞ്ഞ എന്റെ പൊന്നുമോളെ നീ 9:15 വാ. പക്ഷേ ഞാനിപ്പോ വന്നത് 9:45. പക്ഷെ ഞാൻ തീരുമാനിച്ചത് 8:30. എന്തായാലും സാറ് പറയുന്നുണ്ട് 8:30 എത്തുന്നു. 8 മാസം മുമ്പ് തീരുമാനിച്ചതാ. സാറ് പറഞ്ഞ 8:45 അല്ല 9:15 വാ. പക്ഷെ ഞാൻ എത്തണം 9:45. നോർഡർ. വീട്ടിലൊന്ന് അടുക്കിപ്പെറുക്കി വെക്കാന്ന് ആലോചിച്ചിട്ട് കുറെ നാളായി. ഒരു രക്ഷയില്ല, സമയമില്ലെന്ന്. ഓർഡർ ഇല്ല.
അലക്കിയ വസ്ത്രം ഇടാന്നെങ്കിലും ആലോചിച്ചിട്ട് കുറച്ച് ദിവസമായി. പിന്നെ അമ്മ അപ്പനൊക്കെ വഴക്ക് പറയാൻ പോയിട്ടാലായി. അതും തോന്നിയ വസ്ത്രം കണ്ട. നോ ഓർഡർ. പഠിക്കാനായിട്ട് തീരുമാനം എടുത്തുന്നേ, നന്നായിട്ട് പഠിക്കാൻ ടൈം ടേബിൾ ഉണ്ടാക്കി വെച്ചിട്ട് 6 മാസമായി. അമ്മ പറഞ്ഞിട്ട് 3 മാസമായി. ഞാൻ തീരുമാനം 6 മാസമായി. ഇപ്പോഴും ടൈം ടേബിൾ കാണാനില്ലത് വെച്ചത്. വീട്ടിൽ അമ്മയപ്പനും പറഞ്ഞ്, എടി ഉപ്പെടുത്ത സ്ഥലത്ത് വെക്കണം. ഞാൻ മാങ്ങ എടുക്കാനായിട്ട് വെച്ചിട്ട് അവിടെ വെച്ചിട്ട് പോരും. ഏത് മാങ്ങയുടെ മാവിന്റെ ചോട്ടിലാണ് ഉപ്പ്. അമ്മ കറിക്കിടാനായിട്ട് ഉപ്പ് നോക്കുമ്പോ ഉപ്പ് കാണാനില്ല. എവിടെ? പിന്നെ വഴക്കായി. കണ്ട, നോട് രൂപരഹിതമാണ് എന്റെ ജീവിതം. അടുത്തന്നെ ശൂന്യമാണ്. ഞാൻ സ്നേഹം അപ്പനോട് ചോദിച്ചു, അമ്മയോട് ചോദിച്ചു, ഭയങ്കര ചുണ്ടിക്കാരി. അനിയനോ അനിയത്തിയോ ഇല്ല. ഒരുത്തന്റെ പുറകെ പോയി, അവൻ എന്നെ തേച്ചിട്ടും പോയി. ശൂന്യതയാണ്. ഞാൻ ഓർത്ത് അതായിരിക്കും സത്യമൊന്നും. അധ്യാപകര് ഈ വന്നേക്കണം അണിഞ്ഞൊടിഞ്ഞു, എപ്പോഴും വഴക്ക്. അയ്യോ ബോറ്. ജീവിതം മടുത്ത പോലെ കണ്ട ശൂന്യതയാണ്. ഇനി അന്ധകാരാവൃതമാണ്. ഒരു ഹോപ്പ് കിട്ടണില്ല. എന്നാ പഠിക്കണം, എന്നാ ജോലി ചെയ്യണം, നെക്സ്റ്റ് എന്തെടുക്കണം, നോ ക്ലാരിറ്റി. നോ ക്ലാരിറ്റി. കണ്ടാ, രൂപരഹിതമാകാം നിന്റെ ജീവിതം. ശൂന്യത കൊണ്ട് നിറഞ്ഞിരിക്കാം, അന്ധകാരാവൃതമാകാം. ഇങ്ങനെയുള്ള ജീവിതത്തിൽ ആ അന്ധകാരാവൃതമായ ഇടം മാറ്റി വെളിച്ചമുണ്ടാകാൻ ആര് വരണം മക്കളെ? ആര് ആ സെന്ററിൽ കയറണം? ആര് വരണം? ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിക്കണം. പരിശുദ്ധാത്മാവ് വരണം. നിന്റെ ജീവിതത്തിൽ അന്ധകാരാവൃതമായ അവസ്ഥ മാറ്റാൻ ആര് വരണം? പറഞ്ഞ മക്കൾ, ആര് വരണം? നിന്റെ ശൂന്യത മാറ്റാൻ ആര് വരണം? നിന്റെ രൂപരഹിതമായ അവസ്ഥ മാറ്റാൻ ആര് വരണം? ഈ പരിശുദ്ധാത്മാവിനെ വേണ്ടവർ കൈവക്കിക്കേ. ഈ പരിശുദ്ധാത്മാവിനെ നൽകപ്പെട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവർ. എല്ലാവർക്കും വേണം, ആഗ്രഹിക്കാം. പക്ഷെ ഈസിയാണ് ഇത്. നേരത്തെ പറഞ്ഞതുപോലെ വളരെ കൃത്യമാണ്. പരിശുദ്ധാത്മാവ് വരാനായിട്ട് നീ വിശ്വസിച്ചാൽ മതി, നീ ദാഹിച്ചാൽ മതി. ആഗ്രഹിക്കണം, കുത്തിക്കണം. എന്നിട്ട് ഉള്ളുരുകി ത്യാഗം എടുത്ത് പ്രാർത്ഥിച്ചാൽ മതി. നമ്മുടെ അബ്ദുൽ കലാം സാറിന്റെ അടുത്ത് കുട്ടികൾ ഓടി വന്നിട്ട് പറഞ്ഞു, സാർ ഇത്രയും ഗംഭീരനാണല്ലോ, സാറിനെ പോലെ ആകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പൊ സാറിന്റെ ഒരു സ്വതസിദ്ധമായ ഭാഷയിൽ ഇങ്ങനെ പറഞ്ഞു, ഫസ്റ്റ് യു ഡിസയർ, then you dream, then you hard work. എന്നാ ഫസ്റ്റ് യു ഡിസയർ, നീ ഒന്ന് ആഗ്രഹിക്കുക വെച്ച്, എന്നിട്ട് പറഞ്ഞ് നീ ഒന്ന് ഡ്രീം ചെയ്യുക, അത് എത്തിപ്പെട്ടതായിട്ട് നീ കാണുമോ, എന്നിട്ട് നീ എല്ലുമുറിയെ പണിയെടുക്കുന്നതിന് വേണ്ടി. കണ്ട, പരിശുദ്ധാത്മാവ് വരാൻ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിൽ ഒന്ന് പറഞ്ഞ എല്ലാവരും, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കണം. 2, പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കണം. 3, പരിശുദ്ധാത്മാവിന് വേണ്ടി ഉള്ളുരുകി പ്രാർത്ഥിക്കണം. വെറുതെ അല്ല, ഉള്ളുരുകി മനസ്സിൽ തൊട്ട് പ്രാർത്ഥിക്കണം. നാളെ ഇതുവരെ പ്രാർത്ഥിച്ചതുപോലെയല്ല ഇനി മക്കള് ഈ അബൈഡ് ലൈഫിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് പ്രാർത്ഥിക്കുന്നത്. തൊട്ടറിഞ്ഞ കർത്താവിനെ, കണ്ടറിഞ്ഞ കർത്താവിനെ അനുഭവിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോവാ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 42-ാം തിരുവചനം നമ്മൾ കണ്ടതാ. എന്നാ സമരിയാക്കാരി സ്ത്രീയോട് സമരിയാക്കാര് പറയുന്നതാണ്, ഞങ്ങൾ ഇനിമേൽ വിശ്വസിക്കുന്ന നിന്റെ വാക്ക് മൂലമല്ല, ഞങ്ങൾ തന്നെ നേരിട്ട് കാണുകയും ഇവനാണ് സത്യദൈവം, ഇവനാണ് യഥാർത്ഥ ഗുരു എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയും ചെയ്തിരിക്കുന്നു. കരങ്ങളടിച്ച് വിശ്വസിക്കുന്ന നന്ദി പറയാം. അത് അനുഭവിച്ചതിന്റെ വെളിച്ചത്തിൽ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ്, അതാണ് പ്രാർത്ഥന. ആരോ എഴുതി ചോദിച്ചു, എന്താ പ്രാർത്ഥിക്കാൻ അപ്പനും അമ്മയും എപ്പോഴും ചോദിക്കുന്നുണ്ട്. അങ്ങനെ എഴുതിയിട്ടുണ്ട്. അതായത് എന്താ പ്രാർത്ഥിക്കണമെന്ന്, എന്നാ പ്രാർത്ഥന എന്ന് പോലും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് റിലേഷൻഷിപ്പ് വിത്ത് ദ ലോർഡ്. അത് ചെയ്തേക്കാന്ന് പറഞ്ഞിട്ടാ ജ്ഞാനസ്നാനം സ്വീകരിച്ചത്. എന്താ ജ്ഞാനസ്നാന വ്രതം? പിശാചിനെ ഉപേക്ഷിക്കാം, അവന്റെ ആഡംബരങ്ങൾ ഉപേക്ഷിക്കാം, യേശു ക്രിസ്തുവിനെ നിന്റെ നാഥനും രക്ഷകനുമായി സ്വീകരിക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 5-ാം തിരുവചനം ഇങ്ങനെയാ, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചവരാണ്. ബൈ സ്നേഹം എന്ന് ചിന്തിച്ചതാണ്. ഇത് വെരി മച്ച് കണക്റ്റഡ് ടു ശുദ്ധത. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2348 പഠിപ്പിക്കുന്നതെന്നറിയാവാ? മാമോദീസ സ്വീകരിച്ച നാം എല്ലാവരും ശുദ്ധതയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. കണ്ടാ? എന്ന് പറഞ്ഞാൽ ഞാൻ തിന്മ ഉപേക്ഷിക്കാം, പിശാചിനെ ഉപേക്ഷിക്കാം, അവന്റെ ആഡംബരങ്ങൾ ഉപേക്ഷിക്കാം എന്ന് പറഞ്ഞ് ആനവാതിൽക്കൽ നിന്ന് പള്ളിയിൽ വെച്ച് പറഞ്ഞപ്പോ, നീ അല്ലെങ്കിൽ നിന്റെ ജ്ഞാനസ്നാന മാതാപിതാക്കൾ പറഞ്ഞപ്പോ, ഇവിടെ വന്നിട്ട്
എന്ത് സ്വീകരിക്കുന്നു? യേശു ക്രിസ്തുവിനെ നാഥൻ രക്ഷകനുമായി സ്വീകരിക്കാന്ന് പറഞ്ഞപ്പോ, അല്ലെങ്കിൽ ജ്ഞാനസ്നാന വ്രതം കഴിഞ്ഞ ദുഃഖ ശനിയാഴ്ച പോലും നമ്മൾ നവീകരിച്ചപ്പോ, ഇടയ്ക്കൊക്കെ നവീകരിച്ചപ്പോ, കഴിഞ്ഞ ദിവസം കുർബാനയിലൊക്കെ നവീകരിച്ചപ്പോ ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ യേശു ക്രിസ്തുവിനെ അള്ളിപ്പിടി ജീവിച്ചോളാം, ഈ സീക്വൽ ഞാൻ ശുദ്ധതയിൽ ജീവിച്ചോളാം. അതിലെന്തെങ്കിലും പോറൽ വന്നാൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിപ്പോവും, നമ്മൾ ശൂന്യമായി പോവും. കണ്ട, ശൂന്യത വീണ്ടും നിറയും, അന്ധകാരായി പോവും, ഓർഡർലെസ് ആവും. തിരിച്ചു വരണ്ടേ? നമുക്ക് ശൂന്യത മാറ്റണ്ടേ? അന്ധകാരം മാറ്റണ്ടേ? പ്രകാശം നിറയണ്ടേ? ഒരു ഓർഡർ ലൈഫ് വേണ്ടേ? കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ വീശി പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. രൂപരഹിതമായത് രൂപമുള്ളതാക്കുന്ന പരിശുദ്ധാത്മാവ് കടന്നു വരണേ. പ്രാർത്ഥിക്ക്. പരിശുദ്ധാത്മാവേ കടന്നു വരണേ. ശൂന്യത മാറ്റി അത് നിറവ് നൽകുന്ന പരിശുദ്ധാത്മാവ് കടന്നു വരണേ. ഉള്ളുരുകി പ്രാർത്ഥിക്ക്, മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്ക്. മോളെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്ക്. അത് അന്ധകാരാവൃതമായത് മാറ്റി പരിശുദ്ധാത്മാവ്, ഒരു പ്രകാശം നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവ് കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഒരു മോള് കുറച്ചു മുമ്പ് എന്ന് ചോദിച്ചിട്ട്, അതായത് അച്ഛാ എനിക്ക് പ്രാർത്ഥിച്ചിട്ട് ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു ദർശനമൊന്നും കിട്ടില്ല. പലർക്കും കിട്ടുന്നുണ്ടല്ലോ. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഒരുപോലെ അനുഭവം, ഒരുപോലെ ദർശനങ്ങളോ ഒരേപോലെ കാര്യം കിട്ടണമെന്നില്ല കേട്ടോ. അത് കിട്ടിയില്ലെന്നോർത്ത് പരിശുദ്ധാത്മാവ് വന്നില്ലെന്ന് വിചാരിക്കരുത്. ശ്വാസം വലിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നീ അല്പം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിനർത്ഥം പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ ഉണ്ടെന്ന തെളിവാണത്. വാട്ട് പ്രൂഫ് യു നീഡ്? ദെൻ വാട്ട് ഡു യു നീഡ് എനി അതർ പ്രൂഫ്? പരിശുദ്ധാത്മാവ് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളവർ കൈപൊക്കിക്ക് എന്ന് പറഞ്ഞതാ. വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ വളരെ ശക്തമായിട്ട് പറഞ്ഞ പരിശുദ്ധാത്മാവ് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നുറക്കെ പറഞ്ഞ പരിശുദ്ധാത്മാവ് ഞാൻ വിശ്വസിക്കുന്നു. ഉറക്കെ പറഞ്ഞ പരിശുദ്ധാത്മാവ് ഞാൻ വിശ്വസിക്കുന്നു. ജയ് വിളിക്കുന്ന പോലെ പറഞ്ഞ പരിശുദ്ധാത്മാവ് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുന്നു. പരിശുദ്ധാത്മാവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവ് വരൂ? അതിനെന്തെങ്കിലും ഒരു ബേസിക് റിക്വയർമെന്റ് ഉണ്ടോ? പറ. ബേസിക് റിക്വയർമെന്റ് ഉണ്ടോ? ഇപ്പൊ പഠിപ്പിച്ച ആ 3 കാര്യങ്ങൾ ഇപ്പോ LKG ക്ലാസ്സോ അല്ലെങ്കിൽ UP ക്ലാസ്സോ ഹൈസ്കൂൾ ക്ലാസ്സോ ആണെങ്കിൽ, അല്ലെങ്കിൽ മാതാവ് അമ്മ എന്നെഴുതാൻ അറിയാവുന്ന കാര്യമാണെന്ന് വിചാരിക്കുക. ഈ അമ്മ എന്ന വാക്ക് എഴുതാൻ എന്ത് പഠിക്കണം? നമ്മൾ എന്ത് പഠിക്കണം? ആ ഇ ഉ പഠിക്കണം. അല്ലെ, ആപ്പിൾ APPLE എന്ന് എഴുതാൻ എന്നാ പഠിക്കണം? ABCD പഠിക്കണം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പോ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കാം, പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കണം, പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞത് ഒരു ഹൈസ്കൂൾ തലമാണെങ്കിൽ, അതിന് ഈ ബേസിക് ഈ അക്ഷരമാല എന്നതാ, അതിന്റെ ഈ എൻട്രൻസ് എക്സാം എന്നതാ, ഈ പരിശുദ്ധാത്മാവ് എന്നറിയാനുള്ള പ്ലാറ്റ്ഫോം എന്നതാ. ഏത് പ്ലാറ്റ്ഫോമിലാണ് പരിശുദ്ധാത്മാവ് വന്ന് വീഴുന്നത്? പറയാവോ? അല്ലെങ്കിൽ ഏത് പുണ്യമുള്ള മക്കളിലാണ് പരിശുദ്ധാത്മാവ് വരുന്നത്? പറയാവോ? സിമ്പിളായിട്ട് പറയാം. അതായത് നേരത്തെ പറഞ്ഞില്ലേ, പരിശുദ്ധ അമ്മയോളം പരിശുദ്ധാത്മാവ് നിറഞ്ഞ വേറെ ഒരു വ്യക്തിത്വം ഉണ്ടായിട്ടില്ല എന്നാണ് വിശുദ്ധന്മാർ പറയുന്നത്. കരങ്ങളടിച്ച് വിശ്വസിക്കാന്ന് പറയാം. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം നമ്മൾ തേടി പ്രാർത്ഥിക്കുന്നത്. ആ അമ്മ ഈ പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ വിതരണം ചെയ്യാനായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കും. ഭയങ്കര മധ്യസ്ഥയാണ്. അന്ന് സെഹിയോൻ ശാലയിൽ ആ അധ്യക്ഷത വഹിച്ചെങ്കിൽ ഇന്ന് ഇവിടെ ഈ ആലയത്തിൽ അധ്യക്ഷത വഹിക്കുന്നുണ്ട്. ഈ സ്നേഹ ശുശ്രൂഷാലയം ചിറ്റൂർ ധ്യാന കേന്ദ്രം എബൈഡ് ലൈഫ് പരിശുദ്ധമ്മയുടെ മഹാസംരക്ഷണ കരവലയത്തിലാണ്. നിങ്ങൾക്കറിയാവോ, നിങ്ങൾ ഇവിടെ ഈ ആലയത്തിൽ വരുന്നതിൻ്റെ തൊട്ട് മണിക്കൂറുകൾക്ക് മുമ്പ് നിങ്ങൾ ഇത്രയും ചിട്ടയായിട്ടും, നിങ്ങൾ ഇത്രയും അനുസരണയായിട്ടും, നിങ്ങൾ ഇത്രയും കൈകൂപ്പുന്നതിന് കാരണം എന്താണെന്നറിയാവോ? ഇതിന്റെ ചുറ്റുപാടും വലിയ സംരക്ഷണ വലയം തീർത്തിട്ടാണ് ഈ അബേഡ് തുടങ്ങിയിരിക്കുന്നത്. കരങ്ങളടിച്ച് വിശ്വസിക്കാന്ന് പറയാം. ഇപ്പോ കുറെ പേര് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് മക്കളുടെ പേരെടുത്ത്. ഈച്ച് വൺ ഈസ് കൗണ്ടഡ്. ഇനി ആരെങ്കിലും ശങ്കിച്ച് എന്നാ വന്നേ എന്നും പറഞ്ഞ് അവിടെ ഇരുന്നോ. കർത്താവ് നിന്നെ എപ്പോ തൊടാൻ നീ അനുവദിക്കുന്നു അപ്പൊ നീ ക്രമപ്പെടും. എന്തായാലും ഇവിടെ വന്നതിന്റെ പേരിൽ കർത്താവ് തൊടാതെ വിട്ടിട്ടില്ലാരെയും. അതാണ് ചരിത്രം. വിട്ടിട്ടില്ല, വെറുതെ വിട്ടിട്ടില്ല, വിടിയേയില്ല. നിങ്ങൾ വരുന്നതിന്റെ മണിക്കൂർ മുമ്പ് 5:30 മണിക്ക് ഇവിടെ വിശുദ്ധ കുർബാന അർപ്പിച്ച്, നിങ്ങൾ വന്ന് 8:45 വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന 70-80ഓളം പ്രേക്ഷകർ എല്ലാവരും കൂടി
ഈ മുക്കും മൂലയും വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് ദിവ്യകാരുണ്യ മഹാസാന്നിധ്യത്തിൽ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് എല്ലാ സ്ഥലവും വെഞ്ചരിച്ച് ആശീർവദിച്ചിരുന്നു. നിങ്ങൾ എവിടെയെങ്കിലും കാലുകുത്തുണ്ടെങ്കിൽ അവിടെ ആശീർവദിക്കപ്പെട്ട സ്ഥലമാണെന്ന് ഓർത്തിരിക്കണം. കരങ്ങളടിച്ച് വിശ്വസിക്കാൻ പറയും. ചിലത് പ്രകടനം, ചിലർക്ക് ചില അസ്വാഭാവിക കാര്യങ്ങൾ. ഒന്നും നിങ്ങൾ പേടിക്കേണ്ട മക്കളെ. കർത്താവ് നിങ്ങളെ അള്ളിപ്പിടിച്ചിരിപ്പുണ്ട് എന്നുള്ള ബോധ്യത്തിന്റെ പേരിൽ തന്നെയാണ് ഇത്രയും മക്കളെ ഈ ആലയത്തിൽ കർത്താവ് ഇങ്ങനെ ചേർത്തിരുന്നത്. ഞങ്ങളല്ല, ഞങ്ങൾ വെറും ശുശ്രൂഷകർ മാത്രം. അതുകൊണ്ടല്ലേ ഇത്രയും. നിങ്ങൾക്കറിയാലോ, ഈ പ്രായത്തിലുള്ള മക്കൾ ഒരുമിച്ച് കൂടാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ എബൈഡ് കർത്താവിന്റെ മഹാസ്ഥാനത്തിൽ എളുപ്പമാണ്. അത് ജീവിതം വഴി മാറുന്ന യാത്രയും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അനുഭവിക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട മക്കളെ, അപ്പോ പരിശുദ്ധാത്മാവ് ഈ വന്ന് വീഴാനുള്ള പ്ലാറ്റ്ഫോമാണ് നമ്മൾ നോക്കിയത്. പരിശുദ്ധ അമ്മ, ഇതിൽ ഇത്രത്തോളം പരിശുദ്ധ അമ്മയോളം പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിത്വം ഇല്ല. കാരണം എന്താ? അതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. കാരണം പറയാവോ? ഇനി വിശുദ്ധ ഐറനേവൂസ് എന്ന് പറഞ്ഞ വിശുദ്ധൻ ഇങ്ങനെ പറയുന്നുണ്ട്, പരിശുദ്ധ അമ്മയുടെ 4 അയലോക്കത്ത് സാത്താന് വന്ന് നിൽക്കാൻ പറ്റുന്നില്ല. കാരണം അവളിൽ വിളങ്ങിയിരുന്ന ഏത് പുണ്യം? വിശുദ്ധിയെന്ന്. അവളിൽ വിളങ്ങിയിരുന്ന അവളിൽ പറ. പരിശുദ്ധ അമ്മയുടെ 4 അയലോക്കത്ത് സാത്താന് വന്ന് നിൽക്കാൻ പറ്റുന്നില്ല. കാരണം അവളിൽ വിളങ്ങിയിരുന്ന എളിമ എന്ന പുണ്യമാണ്. കരങ്ങളടിച്ച് ചോദിക്കാന്ന് പറയാ. നമ്മൾ ഓർക്കും മക്കളെ, ദിസ് ഈസ് ദ ബേസിക് റിക്വയർമെന്റ്, ദിസ് പ്ലാറ്റ്ഫോം. പരിശുദ്ധാത്മാവ് കളിയാടണമെങ്കിൽ ഈ എളിമ എന്ന ഒരു പ്ലാറ്റ്ഫോം വേണം. അവിടെ പരിശുദ്ധാത്മാവ് എടുത്ത് പെരുമാറും. മക്കളൊന്ന് കണ്ണടച്ച് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം ആരാന്ന്. നിങ്ങളുടെ മനസ്സിലേക്ക് നല്ല ഹൈ എൻഡ് ലൈഫ് ജീവിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ, ചിലപ്പോൾ അധ്യാപകരായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ തന്നെ മാതാപിതാക്കളാകാം, ചിലപ്പോൾ അയൽപക്കക്കാരായിരിക്കാം, ചിലപ്പോൾ ഒരു കൂട്ടുകാരിയായിരിക്കാം. ഭയങ്കര ഹൈ എൻഡ് എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതം ഒരു അവളുടെ ഒരു ജീവിതം ഒരു മാതൃകയാണ്. ആ ചേട്ടന്റെ, ആ അപ്പാപ്പന്റെ, ആ അമ്മാമ്മയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര മാതൃകയാണ്. അങ്ങനെ ആരുടെയെങ്കിലും പേര് മനസ്സിൽ വന്നവരെല്ലാവരും കൈപൊക്കിക്കേ. എല്ലാവരുടെയും മനസ്സിൽ വരും. ഒരാളെങ്കിലും ഉണ്ടായില്ലേ? കണ്ടുപിടിക്കണം എങ്ങനെയെങ്കിലും. ഈ ചിത്രത്തിൽ വായിച്ചതൊന്നും അല്ലല്ല, പത്രത്തിൽ വായിച്ചതൊന്നും അല്ല കേട്ടാ. നിന്റെ ജീവിതത്തിന്റെ ഇഷ്ടവട്ടത്തിനുള്ള ഉണ്ട്. കണ്ടുപിടിച്ച് ഇനി കൈതാത്തിക്കോ, കണ്ണു തുറന്നോ. ഇതിലാരെങ്കിലും ആ വ്യക്തിനെ കുറിച്ചൊന്ന് പറയാനായിട്ട് ആഗ്രഹിച്ചു വരാവാ? പേര് വെളിപ്പെടുത്തണമെന്നില്ല, അല്ലാണ്ട് പറയാവോ? അതൊന്ന് പറഞ്ഞ മോനെ, ഒന്ന് പറഞ്ഞേ. ആ വ്യക്തി എന്താണ്? ആ വ്യക്തിയുടെ സ്വഭാവ രീതി എന്താണ്? ആ വ്യക്തിയിലുള്ള ഗുണം എന്താണ്? അത് മാത്രം പറഞ്ഞാൽ മതി. ഇപ്പൊ നമുക്ക് മനസ്സിലാവും. ടക്ക് എളുപ്പം പറ. സ്പീഡ് ഇങ്ങോട്ട് വന്ന് പറ. ആരാ? എൻ്റെ ബ്രദർ ഇൻ ലോയാണ്. ചേച്ചീനെ കല്യാണം കഴിച്ചിരിക്കുന്നതാണ്. വളരെ വിശ്വാസവും എളിമയുള്ള മനുഷ്യനാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളൊക്കെ മരിച്ചുപോയി. ഇപ്പോൾ അപ്പാപ്പനും അമ്മാമയും മാത്രമേ ഉള്ളൂ. വളരെ കഷ്ടപ്പെട്ടും സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാതെയും ഏകമകനായിരുന്നു. അദ്ദേഹം പഠിച്ചു, സെമിനാരിയിലൊക്കെ പോയതാണ്. പിന്നെ അതിനുശേഷം വിവാഹ ജീവിതത്തിലേക്ക് കടന്നു. ഇപ്പോഴും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോവും. ചേച്ചി കല്യാണം കഴിഞ്ഞതിന് ശേഷവും ചേച്ചിനെയും കൂട്ടി അവർ വിദേശത്താണ്, UK-യിലാണ്. അവിടെയൊക്കെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോവാന്ന് പറഞ്ഞാലും വിശ്വാസത്തിനെ പറ്റി സംസാരിക്കാന്ന് പറഞ്ഞാലും കുറച്ച് വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നാറ്. എന്നെയും വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിൽ എന്നോട് ധ്യാനത്തിന് ആ മനുഷ്യനിൽ വിളങ്ങിയിരിക്കുന്ന ഏറ്റവും വലിയ പുണ്യമായിട്ട് മോൻ കാണുന്നതാ എളിമ. കരങ്ങളടിച്ച് വിശ്വസിക്കാന്ന് പറഞ്ഞ് ദാറ്റ്സ് ഹൈ എൻഡ് ലൈഫ് ഈസ് ഈക്വൽ ടു എളിമ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹോളി സ്പിരിറ്റഡ് ലൈഫ്. കരങ്ങളടിച്ച് വിശ്വസിക്കാന്ന് പറഞ്ഞ ദാറ്റ് ഷുഡ് ബി ദ എബൈഡ് ലൈഫ്, ഒരു യുവാവിന്റെ ലൈഫ്. ഇനി ആർക്കെങ്കിലും പറയാവോ? ധൈര്യമുണ്ട്. ജോസ് ക്രിസ്റ്റഫർ ഒന്ന് ഓഫീസായിട്ട് പോകണം. ഓഫീസിലേക്ക് ചെല്ലും. പറയാവോ? അങ്ങനെ കുറെ പേര് കൈപൊക്കിയായിരുന്നല്ലോ. കുറെ പേര് കൈപൊക്കി. എല്ലാവരുടെയും മനസ്സിൽ ആരുടെയെങ്കിലും ഉണ്ടാവും. പറയാൻ ബലമുള്ളവർ വന്നാൽ മതി എന്ന്. ആരും നിർബന്ധിക്കില്ല. കമാൺ, ഇനി നിർബന്ധിക്കില്ലോ ഒന്നുമില്ല. കാരണം തന്നെ വരും. ദേവൻ ഓടി വന്നുണ്ട്. വാ, എളുപ്പം ഓടി വാ. ആരെങ്കിലും ഉണ്ടേ വന്നു. മക്കള് ആരെങ്കിലും ഉണ്ടേ വന്നു. അവനെ കുറിച്ചൊക്കെ പറയാതിരുന്നാലും നാണക്കേടല്ലേടേ. അങ്ങനെ ഒരു ജീവിതങ്ങൾ മുമ്പിൽ സാക്ഷ്യങ്ങളായിട്ട് നിൽക്കുമ്പോൾ പറയാതിരുന്ന നാണക്കേടെന്നൊക്കെ പറയണം. പറഞ്ഞോ മോനെ. എൻ്റെ അപ്പാപ്പനും അമ്മാമ്മയാണ്. ഇവര് എല്ലാ ദിവസവും ഒരു രാവിലെ പള്ളി പോവും. ഞാൻ അവിടെ പോയി നിൽക്കുമ്പോഴായാലും എന്നെ കൊണ്ടുപോകാറുണ്ട്. എത്ര വിളിച്ച് കൊണ്ടുപോകും. എല്ലാ ദിവസവും വൈകിട്ട് കുടുംബ പ്രാർത്ഥന എത്തിക്കും. എല്ലാ കാര്യങ്ങൾക്കും ഈശോയുടെ കാര്യങ്ങൾക്കായിട്ട് പോകാനായിട്ട് എൻ്റെ അപ്പാപ്പനും അമ്മാമ്മയുണ്ട്. അവരെയൊക്കെ സമീപിക്കാൻ എളുപ്പമാണ്.
ആ ഭയങ്കര സന്തോഷാണ്. അതെ. കാരണം എന്നാ? ഇവര് അവരൊക്കെ ഒരു ഭയങ്കര വിനയവും ഭയങ്കര എളിമയാണ്. എന്റെ അമ്മയ്ക്ക് വഴക്കിടാനൊന്നും സ്വഭാവമുണ്ട്. പോവില്ല, വഴക്കിടാനൊന്നും പോവില്ല. അവർക്ക് സമയമില്ല. കരങ്ങളെടുത്ത് ചോദിക്കാന്ന് പറഞ്ഞ് ഇനി എടുത്തു നോക്കിക്കോ. നീ കണ്ണടച്ചാൽ ഓർമ്മപ്പെടുന്ന അങ്ങനെയുള്ള ജീവിതങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട ജീവിതങ്ങൾക്കേ പറ്റൂ. പിടുത്തം കിട്ടിയ സിമ്പിൾ. ഇത് കണ്ടോ, പ്രാർത്ഥനയും ആത്മീയതയും പരിശുദ്ധാത്മ ജീവിതവും ഒക്കെ ഭയങ്കര കണക്റ്റഡ് ആ ജീവിതമായിട്ട് ബന്ധം. ഇനി ഓർത്ത് നോക്കിയോ, സമ്പാദ്യത്തിലും സമാധാനത്തിലും ജീവിക്കുന്ന അവർ തന്നെയാ. അതല്ലേ നമ്മുടെ ആഗ്രഹം. നല്ലൊരു ജോലി വേണം, നല്ലൊരു ആളെ കെട്ടണം, അല്ലെ നല്ലൊരു ജീവിതാവസ്ഥയിലെത്തണം, അല്ലയോ? നല്ലൊരു ജീവിതം കുടുംബത്തിലും വേണം. സിമ്പിൾ റിക്വയർമെന്റ്. എന്താണ് എന്താണ് എന്ത് വേണം? എന്ത് വേണം? എന്ത് വേണം? എന്ത് വേണം? എന്ത് വേണം? അപ്പൊ ആര് വരും? ആര് വരും? എന്താ കരങ്ങളടിച്ച് ചോദിക്കാന്ന് പറയാം. വളരെ ക്ലിയറാണ് മക്കളെ. ഇത് അതാണ് നമ്മൾ ഈ എങ്ങനെ ഇത്രയും എന്ന് വെച്ചാൽ യാഥാർത്ഥ്യം കണ്ടിട്ട് നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാൻ കേട്ടാ. മക്കൾക്ക് ചലഞ്ച് ചെയ്യാം. മക്കൾ എഴുതി ചോദിച്ച ചോദ്യങ്ങളെല്ലാം പുണ്യപ്പെട്ട ചോദ്യങ്ങളാണ്. ഇതെല്ലാം താങ്ങാനുള്ള ശേഷി എത്രയുണ്ടെന്ന് അറിയാൻ പാടില്ല. പക്ഷെ സമയവും കുറവാ. എന്തായാലും അത്യാവശ്യമുള്ളത് നമ്മൾ ഡീൽ ചെയ്യും സമയം അനുസരിച്ച്. ഇതിനകത്ത് വന്നേക്കണ ചോദ്യങ്ങളുടെ ചില ഉത്തരങ്ങളൊക്കെ വന്നുണ്ട് ഇതിനകത്ത്. ഞാൻ ഓടിച്ചു നോക്കിയായിരുന്നു. പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധാത്മാവ് വന്നാൽ നമ്മൾ ശക്തി പ്രാപിക്കും. അപ്പോസ്തലർ 1:8 എന്ന് പറഞ്ഞ്, പരിശുദ്ധാത്മാവ് വന്നാൽ നിങ്ങൾ ശക്തി പ്രാപിക്കും. കാര്യങ്ങൾ നെഞ്ചോട് ചേർത്ത് പറഞ്ഞ്, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:8 പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ആ തിരിച്ചു പറഞ്ഞ്, പരിശുദ്ധാത്മാവ് എന്നിൽ വന്നു കഴിയുമ്പോൾ ഞാൻ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് എന്നിൽ വരുമ്പോൾ ഞാൻ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് എന്നിൽ വരുമ്പോൾ ഞാൻ ശക്തി പ്രാപിക്കും. കണ്ടാ? അവനാത്മനെ കാത്തിരിക്കും ഈ ദാസരിൽ, ദിവ്യദാനങ്ങൾ ഏഴുമേകുവാൻ നീ വരൂ. പാവനാത്മനെ കാത്തിരിക്കും ഈ ദാസരിൽ, ദിവ്യദാനങ്ങൾ ഏഴുമേകുവാൻ നീ വരൂ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, വരദാനങ്ങളുമായി പറന്നിറങ്ങണമേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, വരദാനങ്ങളുമായി ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, വരദാനങ്ങളുമായി ഞങ്ങളിൽ നിറയണമേ. ആനന്ദത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിനെ സ്നേഹിച്ചുകൊണ്ട്, കൃപയും വരവും നൽകണമേ, കരുണയോടെ കാത്തരുളണമേ. തവദാസർ പാടിടാം നിൻ സ്തോത്രഗീതങ്ങൾ. കൃപയും വരവും നൽകണമേ, കരുണയോടെ കാത്തരുളണമേ. തവദാസർ പാടിടാം നിൻ സ്തോത്രഗീതങ്ങൾ. ദൈവത്തിൻ വാഗ്ദാനമാം സഹായകനേ, റൂഹായേ വന്നിടേണമേ. വരമായി ആത്മദാനമായി, ഫലമായി ജീവശക്തിയായി, അലിവായി ആത്മദാഹമായി നിറയൂ ദാസരിൽ വരൂ. പാവനാത്മനെ കാത്തിരിക്കും ഈ ദാസരിൽ, ദിവ്യദാനങ്ങൾ ഏഴുമേകുവാൻ നീ വരൂ. മക്കളെ, പ്രാർത്ഥനയോടെ മക്കളെ, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബോധ്യത്തോടെ ദൈവത്തെ ആരാധിച്ച് ഇരുളിൽ
തെളിവായി നിറയണമേ. വചനത്തിൻ ദീപ്തിയാൽ ഞാൻ ശോഭയാർന്നിടാം. ശോഭയാർന്നിടാം. തിരുനാമം വാഴ്ത്തുവാൻ നീ ശക്തി നൽകണമേ. റൂഹായെ വന്നിടേണമേ. തിരുനാമം വാഴ്ത്തുവാൻ നീ ശക്തി നൽകണമേ. റൂഹായെ വന്നിടേണമേ. വരമായി ആത്മദാനമായി ഫലമായി ജീവശക്തിയായി അലിവായി ആത്മദാഹമായി നിറയൂദാസരിൽ വരൂ. ഫലമായി ജീവശക്തിയായി അലിവായി ആത്മദാഹമായി നിറയൂദാസരിൽ വരൂ. പാവനാത്മനെ കാത്തിരിക്കും ഈ ദാസരിൽ ദിവ്യദാനങ്ങൾ ഏഴുമേകുവാൻ നീ വരൂ. പാവനാത്മനെ കാത്തിരിക്കും ഈ ദാസരിൽ ദിവ്യദാനങ്ങൾ ഏഴുമേകുവാൻ നീ വരൂ. പരിശുദ്ധാത്മാ